ആദ്യമായി കൃപാസന അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് ഗിരിജ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 7/6/2024 ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞിരുന്നത് എനിക്കൊരു ഭവനം വേണം എന്നുള്ളതായിരുന്നു. 18 വർഷമായി ഞങ്ങളൊരു ഭവനം പണി തുടങ്ങി വച്ചിട്ട് കാശുണ്ടായിരുന്നിട്ടും പലതവണ പണി തുടങ്ങും പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെ 2007 തുടങ്ങിയ പണി 2010 നമ്മൾ വാർക്കാൻ നോക്കി, സാധനങ്ങളെല്ലാം കൊണ്ടിറക്കി. പക്ഷേ എന്ത് കാരണമെന്ന് അറിയില്ല, വീണ്ടും ആ സാധനങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകും. അന്നേരമെല്ലാം ഞങ്ങൾ കരഞ്ഞ്, ദൈവമേ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ യൂട്യൂബ് നോക്കിയപ്പം കൃപാസനത്തെ കുറിച്ച് ഇതിൽ ട്രോളുകളാണ് ആദ്യം ഞാൻ കാണുന്നത്. അത് അപ്പോഴപ്പോഴേ ട്രോളുകൾ ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് അത് ഒരു അരോചകമായിട്ടാണ് ആദ്യം തോന്നിയത്. ഒരു ദിവസം എൻ്റെ മോള് വന്ന് എന്നോടത്ത് പറയുകയാണ്, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോകുമോ? അമ്മയ്ക്ക് വീടിന് വേണ്ടി എന്നും അമ്മ കരയുന്നുണ്ടല്ലോ, എനിക്കിത് കാണാൻ വയ്യ, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കൃപാസനം എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അമ്മ അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എൻ്റെ അഡ്രസ്സ് എല്ലാം കിട്ടും, അമ്മ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഇത് പറഞ്ഞു, എനിക്കിങ്ങനെ അറിയില്ല, ചെങ്ങന്നൂരാണ് കൂട്ടുകാരിയുടെ ഇവിടെ, ഞങ്ങളെ വീടിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം കൂട്ടുകാരി പറഞ്ഞു, ട്രെയിൻ കയറാനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടുകാരി പറഞ്ഞു, എന്നാൽ ഞാനും കൂടെ വരാം, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, അമ്മ ഞാനും കൂടെ വരുന്നു, ഞാനും വരുന്നു അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ 7/6/2024 വരികയും ഇവിടെ വന്ന് ഈ ജനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉടമ്പടി എടുക്കാൻ വേണ്ടി അങ്ങ് കയറി. അച്ഛൻ്റെ ക്ലാസ് കേട്ടു, ഉടമ്പടിയും എടുത്തു. താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ നമുക്ക് പറ്റുമോ ഇതൊക്കെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുമോ എന്നുള്ളൊരു അങ്കലാപ്പൊക്കെ ആയിരുന്നു. എങ്കിലും ഇവിടെ വന്നേലേ മാതാവ് നടത്തും എന്നൊരു വിശ്വാസം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തോന്നിയായിരുന്നു. എങ്കിലും ഞാൻ 3 മാസം വരെ ഉടമ്പടി വലിയ പ്രാധാന്യം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. എനിക്ക് ആ മുത്തുക്കുട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഒരു മുത്തുക്കുട കിട്ടിയിരുന്നെങ്കിൽ അമ്മയ്ക്കൊന്ന് പിടിച്ചു കൊടുക്കാമായിരുന്നു. ദൈവമേ എനിക്ക് അത് തന്നെ കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നല്ല തിരക്കാണ് അത് എടുക്കാൻ കരുതിയിട്ട്. അപ്പോൾ എന്നെ വിളിച്ചു, അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു, എടുത്തോളൂ ഒരെണ്ണം എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാണാം മുത്തുക്കുട. ഞാൻ അമ്മയ്ക്ക് മുത്തുക്കുടയും പിടിച്ച് ഇവിടെ കൂടെ വന്ന ഒരു സന്തോഷം കണ്ട എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയൊക്കെ എടുത്തു. അന്നെന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടാമത്തെ ഉടമ്പടിയിൽ, ആദ്യത്തേത് എനിക്ക് ഒന്നും തോന്നിയൊന്നുമില്ല. രണ്ടാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു മുല്ലപ്പൂവിൻ്റെ മണം. ഞാൻ നോക്കിയപ്പം കൃപാസനത്തിൻ്റെ പത്രമാണോ മണക്കുന്നത്? അപ്പം നോക്കിയപ്പോൾ ഞാൻ പത്രം എടുത്ത് വെറുതെ ഒന്ന് മണപ്പിച്ച് നോക്കി, ഇല്ല, പത്രം ഒന്നും മണക്കുന്നില്ല, മുല്ലപ്പൂവും ഇല്ല. ഞാൻ വീണ്ടും അമ്മ മാതാവിനോട് കുറച്ചുകൂടി അടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനും എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാനൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ. വീണ്ടും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു, ഒന്നും അറിഞ്ഞൂടാത്ത പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ അമ്മ അതുകൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആ ടോക്ക് കേട്ടു. വീണ്ടും ഞാൻ പിറ്റേന്ന് മുതൽ, എനിക്ക് RCCയിലായിരുന്നു ഞാൻ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സമയം കിട്ടില്ല, വെളുപ്പിനെ 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. ഇങ്ങനെ ഉള്ള ടൈമിന് ഓടിച്ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. എന്താണെന്ന് പറയാം, പെട്ടെന്നൊരു ചടങ്ങ് നിർവഹിക്കും പോലെയായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും യൂട്യൂബ് നോക്കുമ്പം അച്ഛൻ പറയും, പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ, പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കണം എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാനത് ഏറ്റെടുത്തു. ദൈവമേ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഒരു ദിവസം വീട് പണി അന്നും തുടങ്ങിയില്ല, 3 മാസമായിട്ട് വീട് പണി തുടങ്ങിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. ഒരു ദിവസം മോമെന്ന് പറയാണ്, അമ്മ നമുക്ക് വീട് പണി തുടങ്ങണം. ഞാൻ പറഞ്ഞു, മോനെ കാശൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വീട് പണി തുടങ്ങുന്നത്? അമ്മ എന്തിനാ
കൃപാസനത്തിൽ പോയി. അമ്മയും ഞാനും മോനും കൂടെയാണ് വന്നത്. എന്നേക്കാൾ വിശ്വാസിയായി മോൻ ഉടമ്പടി എടുത്തില്ല എങ്കിലും അവനായിരുന്നു ഭയങ്കര വിശ്വാസം. അവൻ പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 3 കൂട്ടുകാരെയും വിളിച്ചും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. പിന്നെ വീടെല്ലാം വൃത്തിയാക്കി വലിയൊരു പമ്പൊക്കെ എടുത്തുകൊണ്ട് വെച്ച് 18 വർഷമായി കുറച്ച് പണി ചെയ്തിട്ടിരുന്നു, വാർത്തൊന്നുമില്ല, കുറച്ച് പണി പാർത്തിരുന്നു. പമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കലും എല്ലാം തുടങ്ങി. എനിക്ക് ടെൻഷൻ കയറി, എങ്ങനെ കാശില്ലാതെ വീട് പണി തുടങ്ങും. ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ മാതാവ് നമ്മളെ സഹായിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം, അമ്മ മാതാവ് സഹായിക്കും. ഞാൻ വെറുതെ ഒന്ന് ബാങ്കിൽ പോയി. അന്ന് വരെ എനിക്ക് സിവിൽ സ്കോർ ഇല്ല എന്ന് എപ്പോഴും എന്നെ തിരിച്ചയച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടി, മാനേജറിൻ്റെ അസിസ്റ്റൻ്റ്, അവിടെ ലോൺ കൊടുക്കുന്ന സെക്ഷനിലോട്ട് ഞാൻ പോയി. മാഡം എനിക്കൊരു ലോൺ എങ്ങനെയും കിട്ടാൻ പറ്റുമോ എന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു ആ സിവിൽ സ്കോർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ സിവിൽ സ്കോർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് നല്ല ഹൈ സിവിൽ സ്കോർ. ഒരു മാസത്തിനകം തന്നെ എനിക്ക് ലോൺ അനുവദിച്ചു. വീട് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നും 18 വർഷവും ഞാൻ, എൻ്റെ വീട് റോഡ് സൈഡാണ്. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കും എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നേ, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തീരെ പാവപ്പെട്ടതല്ല, ഒരു ഇടത്തര ഫാമിലിയിലുള്ളതായിരുന്നു. അപ്പോൾ എന്നും ആക്ഷേപിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മൂമ്മയോ ഇല്ലെങ്കിൽ ഒരു അപ്പൂപ്പനോ ഇല്ലെങ്കിൽ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അയൽവാസിയൊക്കെ ചോദിക്കും എന്താ തുടങ്ങാറായില്ലേ എന്ന് ചോദിക്കും. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിറങ്ങും, അമ്മ ഇന്ന് ദൈവമേ ഇന്ന് എൻ്റെ ആരും ചോദിക്കരുതേ ഭവനം പണി തുടങ്ങാറായില്ലേ എന്നൊന്നും. അങ്ങനെ ഞാൻ നിരന്തരം 18 വർഷം കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതും എൻ്റെ മകൻ പറയുകയും ഉടൻ തന്നെ എനിക്ക് ലോൺ അനുവദിച്ച് വീട് പണി പൂർത്തീകരിച്ച് സെപ്റ്റംബർ 5-ാം തീയതി ഞങ്ങളുടെ വീട് പാല് കാച്ചും കഴിഞ്ഞു. 1-2 സ്ക്വയർ ഫീറ്റല്ല, 1650 സ്ക്വയർ ഫീറ്റ് വീടാണ് എനിക്ക് ദൈവം അമ്മ മാതാവ് തന്നത്. തിരുകുമാരന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ആക്ഷേപിച്ചവരെല്ലാം എൻ്റെ ഭവനത്തിൽ വന്ന് എന്തൊരു മനോഹരമായ ഒരു ഭവനമാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊരു മനോഹരം. എല്ലാവരും ആ മനോഹരം എന്ന വാക്കാണ് എൻ്റെ വീട്ടിൽ ഇന്ന് ആര് കയറി വന്നാലും മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ദൈവമേ, ഞാൻ എന്നെ ആക്ഷേപിച്ചവരെല്ലാം ആ വേദനിച്ചത് ഇപ്പം ഞാൻ വളരെയധികം സന്തോഷവതിയായി. ദൈവത്തിന് നന്ദി പറയുന്ന യേശു എത്ര സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായി ഞാൻ വെച്ചിരുന്ന എൻ്റെ നിയോഗം എനിക്കൊരു ജോലി വേണമെന്നുള്ളതായിരുന്നു. RCCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിലും ചെറിയൊരു ജോലിയായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ശമ്പളമെല്ലാം കുറവായിരുന്നു. എങ്കിലും നൈറ്റൊക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടു. പിന്നെ ഞായറാഴ്ച ദിവസം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. ഞായറാഴ്ച പള്ളിയിൽ ലീവ് ചോദിക്കുമ്പോൾ എൻ്റെ മേഡം പറയും അത് പള്ളിയും അമ്പലവും എല്ലാം RCC ആണല്ലോ, പിന്നെ എന്തിനാ ഗിരിജ ഇനിയിപ്പോൾ പള്ളിയിൽ പോകുന്നത്, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. എങ്കിലും എനിക്ക് പള്ളിയിൽ പോകണമെന്നൊരു ആഗ്രഹം. ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഞായറാഴ്ച അല്ലാത്ത ഒരു ജോലി തരണമേ, എനിക്ക് എന്നും ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം തരണമേന്ന്. അങ്ങനെ എനിക്ക് ശ്രീ ചിത്ര റിസർച്ച് സെൻറ്ററിലേക്ക് ഒരു ചെറിയ റിലീവറായിട്ട് ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അയൽവാസിയും ഒരു കൂട്ടുകാരിയുമായ ഒരാളിനെ കൂടെ ഞാൻ കൊണ്ടുപോയി. 2 പേരും ഒരുമിച്ചാണ് അവിടെ ജോലിക്ക് കയറുന്നത്. ഞാൻ തന്നെ അവർക്ക് ഫോം പൂരിപ്പിച്ചു കൊടുത്തു. അതിന് 69-70 ആ കുട്ടിയുടെ 70-69 ആ കുട്ടിയുടെ സീനിയോറിറ്റി നമ്പരും എനിക്ക് 73-70 എൻ്റെ നമ്പരുമായിരുന്നു. ഞാൻ ഫോം പൂരിപ്പിച്ചു, ജോലി ലഭിച്ചു, റിലീവറായിട്ട് ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പെർമനൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നപ്പോൾ ആ കുട്ടി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് എനിക്ക് പുറത്തു പോവേണ്ട ഒരവസ്ഥ വരുത്തി. എങ്കിലും ഞാൻ അന്ന് വളരെ വിഷമിച്ചു. ദൈവമേ, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോലെ കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി ചെയ്തിരുന്നായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം പോലെ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ കൂടെ കൊണ്ടുപോയതാണല്ലോ, എനിക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചല്ലോ എന്ന് വളരെ വിഷമിച്ച് ഞാൻ അന്ന് തന്നെ ഓഫീസിൽ വിളിച്ചുമായിരുന്നു. എന്താണ് വിഷയം എന്നറിയാൻ കരുതി. ഞാനൊന്നും അറിഞ്ഞില്ല. ദൈവമേ, എനിക്കൊന്നും അറിയില്ല, അവിടെ എന്താണ് നടന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്കെല്ലാം അമ്മ മാതാവ് പറഞ്ഞു തരണമേ, എന്താണ് വിഷയം പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലവും
ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ ഓഫീസിൽ പോയി ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയെങ്കിലും എനിക്കെതിരെയുള്ള ആരോപണം അങ്ങനെ തന്നെ നിലനിർന്നു. എൻ്റെ അടുത്ത് പുറത്ത് പോകണമെന്ന് എന്നെ ആവശ്യപ്പെട്ടു. ഞാൻ അന്ന് പുറത്ത് പോയി വളരെയധികം വിഷമിച്ച് ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും കാശ് രൂപവും എൻ്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ മാതാവേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എങ്കിലും ഞാൻ പുറത്ത് പോകേണ്ടി വന്നല്ലോ. അപ്പം ഞാൻ അമ്മയുടെ മകളല്ലേ ഞാൻ, എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ പുറത്ത് പോകേണ്ടി വന്നതെന്ന് വീട്ടിൽ നല്ലവണ്ണം കരഞ്ഞു. വീട്ടിൽ വന്നിരുന്ന് സങ്കടം. പക്ഷേ എങ്കിലും എനിക്ക് കരയരുതെന്നുണ്ട്, എങ്കിൽ അമ്മ മാതാവ് എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് സങ്കടം പൊട്ടി വന്നു. വൈകുന്നേരമായപ്പോൾ എൻ്റെ മേഡം വിളിക്കുന്നു, ഗിരിജ 1 മാസമൊന്നും നീ പുറത്ത് നിൽക്കണ്ട, നാളത്തെ തന്നെ ഡ്യൂട്ടിക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു, തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അത് പോയിട്ട് അവിടെ തന്നെ എനിക്ക് സ്ഥിരമായി ജോലി ലഭിക്കുകയും ചെയ്തു. ഈ 51-ാമത്തെ വയസ്സിൽ എനിക്ക് സ്ഥിരമായി തന്നെ അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ജോലി ആവശ്യപ്പെട്ട് സ്ഥിരമാകുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അമ്മ എനിക്ക് സ്ഥിരമായി തന്നെ ഒരു ജോലി അവിടെ തന്ന് സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ. അത് പോയിട്ട് അടുത്ത 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പറയുമായിരുന്നു, എൻ്റെ കൂട്ടുകാരോടും എല്ലാം. എൻ്റെ വിശ്വാസം ഭയങ്കര വിശ്വാസിയായി ഞാൻ. പിന്നെ അന്നേരം ഒരു വിശ്വാസമോ ഒന്നുമില്ലാതെ നടന്ന ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു. ഒത്തിരി ദേഷ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അച്ഛൻ എപ്പോഴും പറയും, എല്ലാം വൃത്തിയും വെടിയിപ്പും വിനയുമായിട്ട് നല്ല ഭംഗിയായി ചെയ്യണമെന്ന് പറയുമായിരുന്നു ഓരോ കാര്യങ്ങളും. ആ ഒക്കെ ഞാൻ കേട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. എല്ലാം ഞാൻ ഭംഗിയായി, എന്ത് കാര്യം തൊട്ടാലും ഞാനത് ഭംഗിയായി ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് ആരോപണം ഉന്നയിച്ച എങ്കിലും എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഭയങ്കരമായ ബ്ലീഡിങ്, അവർക്കാണെങ്കിൽ ഹസ്ബൻഡും ഇല്ല, പിന്നെ കൊച്ചുമോനും ഒരു മോളും, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളും. എന്നും എന്നോട് സങ്കടം പറയും, ഞാൻ ഹോസ്പിറ്റലിലായാൽ എന്നെ നോക്കാൻ ആരുമില്ല, എനിക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഗിരിജ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെ സുഖം കിട്ടുമോ എന്തോ എനിക്കറിയില്ല, ഞാൻ എന്നാലും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ലാബിലിരിക്കുമ്പോഴേക്കും എന്നെ വീണ്ടും ഫോൺ വിളിക്കും, ചേച്ചി ഒന്ന് വന്നേ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചതാ എന്ന്. ഞാൻ അവിടെ ആരും കാണാതെ തന്നെ പോയി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ പുസ്തകം കൂടെ കയ്യിൽ വെച്ചിരുന്നു രഹസ്യമായിട്ട് വച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് കണ്ണുനീര് ധാരധാരയായി അവർ ഒഴുകി. അവരുടെ വിശ്വാസം കൊണ്ട്, മാതാവേ അങ്ങ് ഒരു അനർത്ഥവും വരുത്താതെ അങ്ങ് അവർക്ക് ഓപ്പറേഷനൊന്നും വേണ്ട എന്ന് പറയും. ഇതിനിടയിൽ 2 DNC ചെയ്യാൻ വേണ്ടി ഡേറ്റും ഇട്ടായിരുന്നു. അവർക്കത് ഭയങ്കരമായിട്ടുള്ള വിഷമതയിൽ അനുഭവിക്കുമായിരുന്നു. ദൈവമേ, ആ ഓപ്പറേഷൻ എല്ലാം മാറ്റി വെച്ച് കൊടുക്കണമേ, അവരെ അന്വേഷിക്കാൻ ആരുമില്ലല്ലോ, അമ്മ മാതാവ് അങ്ങ് ഇടപെടണമേ എന്ന് ഞാൻ ശക്തമായി തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും പൂശി നെറ്റിയിലും കുരിശ് വരച്ചു, വയറിലും കുരിശ് വരച്ചു. അതിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അവരുടെ വിശ്വാസം എന്ന് പറയട്ടെ, അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് തന്നെ അതിശയം. നോൺ ക്രിസ്ത്യൻ ആയിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയും അവർ നോൺ ക്രിസ്ത്യാനും ആയിരുന്നു. എന്നിട്ടും അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്നാൽ അന്ന് രാവിലെ അന്ന് റിലീവറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു. ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു, സുജയ്ക്ക് പകരം റിലീവറായിട്ട് ഡ്യൂട്ടിക്ക് കയറണമെന്ന്. ഞാൻ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതാണല്ലോ, അവർ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ അങ്ങ് കൈവിട്ടോ, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, എങ്കിലും എൻ്റെ അമ്മ മാതാവ് ആ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും ആ സുജ അറിയുന്നില്ല. വൈകുന്നേരം എൻ്റെ പറഞ്ഞ ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണെന്ന് എല്ലാവരും അപ്പോഴപ്പോയിട്ട് ഞങ്ങൾ വിളിക്കും. ഓപ്പറേഷന് സമയം, അതിന് എല്ലാം ഡോക്ടർ ഡേറ്റോട്ട് സമയവും കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പറയുകയാണ്, ഒരു ടെസ്റ്റ് കൂടെ നടത്തിട്ട് എന്നിട്ട് ഓപ്പറേഷനിലേക്ക് കടക്കാമെന്ന്. അപ്പം എന്നാൽ ശരിയെന്ന് അവർ പറയുകയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വലിയൊരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അതിലൊരു കുഴപ്പവുമില്ല, പിന്നെ ഹോർമോൺ പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സാധാ ഗുളിക കഴിച്ചാൽ മതി. അവരിപ്പോൾ 2-3 മാസം കൊണ്ട് ചെറിയ ഡോസ് ഗുളികയും കഴിച്ച് നല്ല ഭംഗിയായി നടക്കുകയും ജോലിക്ക് വരികയും എന്നോടൊപ്പം ഇവിടെ വരികയും ചെയ്തു. അവരെൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, അമ്മ മാതാവ് എനിക്ക് തന്ന കൃപകൾക്ക് അവർ കോടാനുകോടി സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. മക്കളും അതുപോലെ
അതുപോലെ തന്നെ അവർക്ക് നന്ദി പറഞ്ഞു. അവൻ കുഞ്ഞു കൂടെ വന്നു. ആ അമ്മയുടെ 12 വയസ്സായ ഒരു മോനാണ് അവർക്കുള്ള, ഒരു മോളും ഒരു മോനും. മോനും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ അവൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി സ്തോത്രവും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞുമോന് 2.5 വയസ്സായേ ഉള്ളൂ. എന്ത് അസുഖം വന്നാലും ഉടൻ പറയാം, അമ്മാമേ പിന്നെ ആ ഉടമ്പടി തൈലം പൂശിത്, ആ ഉടമ്പടി തൈലം ഒന്നുമില്ല, എണ്ണ വരട്ടെ ഇങ്ങനെ അവൻ പറയാൻ അറിയില്ല. ഉടൻ അവൻ എന്ത് വേദന ഉണ്ടെങ്കിലും ഉടൻ തന്നെ മാറി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഉടമ്പടി തൈലത്തിൻ്റെ വിശ്വാസം ആ 2.5 വയസ്സ് മോൻ അനുഭവിക്കുന്നത് കണ്ട് നമ്മൾ തന്നെ വളരെ ഹാപ്പിയും അവൻ്റെ രോഗങ്ങൾ എന്ത് വന്നാലും, പനി വന്നാലും ചുമ വന്നാലും ഉടൻ തന്നെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എല്ലാവർക്കും, എൻ്റെ മോനും മരുമകളുമാണ് ഈ നിൽക്കുന്നത്, മോൻ എവിടെ ഇറങ്ങിയാലും പറയും, അമ്മ ഉടമ്പടി തൈലം പൂച്ചി തരുമോ, ഉടമ്പടി തൈലം ഇട്ട് തരുമോ അമ്മ എന്ന് ചോദിക്കും. ഞാൻ പറയും മോനെ ഇട്ട് തരാം. അങ്ങനെ എനിക്ക് ഡെയിലി ഒരു ദിവസം പോലും ഉടമ്പടി തൈലം ഇടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ല. അപ്പം സെപ്റ്റംബർ 5 എൻ്റെ വീട് പാല് കാച്ച്, സെപ്റ്റംബർ 8 മോൻ്റെ വിവാഹം. പിറ്റേന്നോട്ട് ഞാൻ ഉടമ്പടി തൈലം മോന് ഇട്ട് കൊടുക്കുമ്പോൾ മോൻ പറയും, അമ്മ എന്താ എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഇട്ട് കൊടുക്കണം, എൻ്റെ മരുമകളാണ്. എന്നും ഞങ്ങൾ ഉടമ്പടി തൈലവും പൂച്ചേ ഇട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പുറത്തിറങ്ങാറുള്ളൂ. ദൈവം അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ധാരാളമായി തന്നിട്ടുണ്ട്. അതിന് തിരുവമ്മാന് 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് എന്തെന്നാൽ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യും. അത് പത്രം കൊടുക്കുമ്പോൾ ഞാൻ പൂജപ്പുരയാണ് വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. അവിടെ ഓട്ടോ ആദ്യം കാണുന്നത് ബസ് ഇറങ്ങുമ്പോൾ ഓട്ടോ ഡ്രൈവർ അവർക്കൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യും. പിന്നെ ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും. പിന്നെ ആരെങ്കിലും പുച്ഛത്തോടെയാണ് ആ പത്രം വാങ്ങുന്നതെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കത്തില്ല. പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞേ പത്രം വിതരണം ചെയ്യാറുള്ളൂ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് ചെറിയൊരു ശമ്പളത്തിലാണ്, കമ്പനി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എങ്കിലും എന്നിലാവുന്നത് വിദ്യാഭ്യാസപരമായി ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പറയുകയോ പിന്നെ ആരും അറിയില്ല ഞാൻ കൊടുക്കുന്ന പ്രവർത്തനമൊന്നും. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. ഫുഡ് ആർക്കെങ്കിലും വിശന്നിരിക്കുകയാണ്, കാശ് വേണമെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നാലും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ആർക്കായിരുന്നാലും എന്നിൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തിരിക്കും. പിന്നെ രോഗികളെയും പോയി സന്ദർശിക്കും. ഒരുപാടൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ദൈവം എനിക്ക് ഇനിയും ഞാൻ കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എനിക്കിനി എൻ്റെ ജീവിതകാലമൊക്കെയും ഈ ഉടമ്പടിയിൽ എൻ്റെ മാതാവിനും തിരുകുമാരനോടും ഒപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ കുടുംബവും എനിക്ക് ഇനിയും അടുത്തും ഒരു സാക്ഷി പറയാൻ എൻ്റെ മനസ്സിലുണ്ട്. അതും എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. പ്രത്യേകിച്ച് പറഞ്ഞു എൻ്റെ ജോലിയുടെ, അവർക്കെല്ലാം എൻ്റെ ജോലി പറഞ്ഞ എൻ്റെ സാക്ഷ്യവും അവരുടെ രോഗത്തിൻ്റെയും എല്ലാം എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ദൈവത്തിന് നന്ദി പറയുന്നു. മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ഈ ചേച്ചി നല്ലതുപോലെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ 3 മാസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ ജോലിക്കായിരുന്നു, ഹോസ്പിറ്റലും ജോലിയായിരുന്നു. ഹസ്ബൻഡ് ഫസ്റ്റ് കൊറോണ ടൈമിന് മരിച്ചു. 2 കുഞ്ഞുങ്ങൾ ഞാൻ ജോലി ചെയ്താണ്, വീട്ടുജോലിയും കൂടെ ചെയ്താണ് ഞാൻ വളർത്തുന്നത്. എനിക്ക് ഫുൾ സപ്പോർട്ട് വേണ്ടി നന്ദി പറയുകയാണ്. ഞാൻ ദൈവത്തോട് അത്രമാത്രം നന്ദി പറയുകയാണ്. സങ്കീർത്തനം 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. യേശുവിൽ പ്രിയമുള്ളവരെ, ഗിരിജ തിരുവനന്തപുരത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് 18 വർഷമായി അവർക്ക് വീടിൻ്റെ പണികളൊന്നും തീരുന്നില്ല. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്ന് ഉഴപ്പിയപ്പോൾ ആ വീടിൻ്റെ പണി അവിടെ കിടക്കുകയാണ്. പലരും തിരക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീടിൻ്റെ പണി തീരാത്തതെന്ന്. എന്നാൽ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി ചെയ്തപ്പോൾ അവർക്ക് മനോഹരമായൊരു വീട് ലഭിച്ചു. കയറി വരുന്നവരെല്ലാം പറയുകയാണ്, ഇതൊരു വലിയ മനോഹരമായ വീടാണല്ലോ എന്ന്. അതിനുശേഷം അതിനവർ ചെയ്തത് നേർച്ച വസ്തുക്കളായ ഉപ്പ്, ഉടമ്പടി തൈലം, തേനും ഇതെല്ലാം നിത്യം ഉപയോഗിക്കുകയും വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ നിന്ന് മണ്ണെടുത്തു കൊണ്ടുപോയി അതും ഉപ്പും കൂടി വിതറി. അതിൻ്റെ പേരിൽ മോന് വിശ്വാസം വർദ്ധിച്ചു. മോനാണ് വന്ന് പറയുന്നത്, അമ്മേ വീടിൻ്റെ പണി നമുക്ക് ഉടനെ അത് ആരംഭിക്കണം.
കൂട്ടുകാരുമായിട്ട് വന്നതിൻ്റെ പണി തുടങ്ങാൻ ആഗ്രഹിച്ചു. ഉടനെ തന്നെ അമ്മ മാതാവ് ലോൺ ശരിയാക്കി കൊടുത്തു. അതിനുശേഷം ജോലി മേഖലയിലുണ്ടായിരുന്ന ഒരു തർക്കങ്ങൾ, അതിൽ നിന്ന് അവരെ ഉദ്യോഗസ്ഥർ പുറത്താക്കിയപ്പോൾ അമ്മയോട് കണ്ണുനീരിട്ട് പറഞ്ഞമ്മേ, ഞാനൊരു പ്രേക്ഷിത പ്രവർത്തനമല്ലേ ചെയ്തത്. ആ ഒരു മോളെ കൊണ്ടുവന്ന് അവളെ സങ്കടം തീർത്തപ്പോൾ അവൾ തന്നെ എനിക്ക് വേദന തന്നല്ലോ. ഞാനത് അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ തന്നെ ഇക്കാര്യത്തിന് പരിഹാരം തരണം. ഉടനെ അമ്മ അവർ പറഞ്ഞു വിട്ടവർ, 1 മാസം വെളിയിൽ നിൽക്കാൻ പറഞ്ഞവർ പിറ്റേ ദിവസം തന്നെ ജോലിയിലേക്ക് വിളിച്ചു. നല്ല ശമ്പളത്തോടു കൂടി ഉയർന്ന ജോലി കൊടുത്തു ആ മകളെ അനുഗ്രഹിച്ചു. അതിനുശേഷം കൂട്ടുകാരിക്കുണ്ടായിരുന്ന കാര്യം, അവർക്കാരുമില്ല സഹായിക്കാൻ. അവരെ സഹായിക്കാനായി ഗിരിജ ഓടിച്ചെന്നു, അവരെ സംരക്ഷിച്ചു. ഹോസ്പിറ്റലിൽ പോകാനും അതിനെല്ലാം സഹായിച്ചു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് കരുതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് നോക്കാമെന്ന്. ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ വയർത്തിൽ കുരിശു വരച്ചു. ആര്? കൂട്ടുകാരി. ഈ കൂട്ടുകാരി ചെയ്തത് പരിശുദ്ധ അമ്മ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, അവർക്ക് ആരുമില്ല കേട്ടോ, അമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് ഓപ്പറേഷൻ ചെയ്യാതെ അവരെ പരിശുദ്ധ അമ്മ വീട്ടിലേക്ക് അയച്ചു. നിൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.